ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എല്ലാവർക്കും കോമൺ ആയിട്ട് അനുഭവപ്പെടുന്ന ഒരു പ്രശ്നത്തെക്കുറിച്ചാണ്. അതായത് പലരും പറയുന്ന ഒരു കാര്യമാണ്, എനിക്ക് ഒരു ദിവസവും ഖുർആൻ ഓതാൻ വേണ്ടിയിട്ട് സമയം കിട്ടാറില്ല എന്നത്. ചിലപ്പോൾ അവരൊക്കെ നമസ്കാരം കൃത്യമായിട്ട് നിർവഹിക്കുന്നവരായിരിക്കാം, പക്ഷേ അവർക്ക് ഖുർആൻ ഓതാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഖുർആനോട് സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് സമയം ഉണ്ടാകാറില്ല. ചിലപ്പോൾ അവരുടെ ജോലി അല്ലെങ്കിൽ വീട്ടിലെ വർക്ക്, കുട്ടികളെ നോക്കൽ, യാത്ര, ക്ഷീണം ഇവയെല്ലാം കാരണം അവർക്ക് സമയമില്ല. പക്ഷേ സമയമില്ല എന്നത് മാത്രമല്ല ഇവിടുത്തെ പ്രശ്നം. ഇത് നാം അള്ളാഹുവിനോട് കൊടുക്കുന്ന ഒരു പ്രയോറിറ്റിയുടെ പ്രശ്നം കൂടിയാണ്. കാരണം അള്ളാഹുവിൻ്റെ വാക്കായ അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ കലാമായ ഖുർആൻ ഓതുക എന്നത് നമുക്കൊരു ഭാരമായിട്ട് തോന്നുമ്പോഴാണ് നമുക്ക് ഇത്തരം പ്രശ്നങ്ങൾ മനസ്സിലേക്ക് ഉയർന്നു വരുന്നത്. അതിനു പകരം ഖുർആൻ നമ്മുടെ മനസ്സിനെ ശാന്തമാക്കാനും ആത്മാവിനെ ശക്തമാക്കാനുമുള്ള ഏറ്റവും വലിയ അവസരമാണെന്ന് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഏതൊരു ചെറിയ നിമിഷവും നമുക്ക് ഖുർആനോട് അടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഖുർആനുമായിട്ട് കൂടുതൽ സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റും. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ ഈ ഒരു പ്രശ്നത്തിന് വേണ്ടിയിട്ടുള്ള സൊല്യൂഷൻസിനെ കുറിച്ചാണ് പറയുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്നത്, സമയം എന്നത് നമുക്ക് എല്ലാവർക്കും എപ്പോഴും ഉണ്ട്. എന്നാൽ സമയം എവിടെ ചെലവഴിക്കുന്നു എന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ചിലർക്ക് ദിവസം മുഴുവൻ ജോലി ഉണ്ടെങ്കിലും രാത്രി കുറച്ച് സമയം ഫ്രീ ആയിട്ട് കിട്ടാറുണ്ട്. ചിലപ്പോൾ ചിലർക്ക് ഒരു ചെറിയ ജോലി മാത്രമായിരിക്കും ഉണ്ടാവുക, പക്ഷെ അവരുടെ മനസ്സെന്നത് എപ്പോഴും അലഞ്ഞു നടക്കുന്നുണ്ടായിരിക്കും. സമയമില്ല എന്നത് ചിലപ്പോൾ ചിലർക്ക് യാഥാർത്ഥ്യമായിരിക്കാം, പക്ഷേ അതിൽ നമുക്ക് ഒരുപാട് ചേഞ്ചസ് വരുത്താൻ വേണ്ടിയിട്ട് കഴിയും. ഖുർആൻ ഓതാൻ വേണ്ടിയിട്ട് സമയം കണ്ടെത്തുമ്പോൾ നമ്മളെ മനസ്സ് ശാന്തമാകും, പ്രാർത്ഥന ശക്തിയാകും, കുടുംബ ബന്ധങ്ങൾ മെച്ചപ്പെടും. അതിനാൽ ഇതൊരു ബാധ്യതയായിട്ട് ആരും കരുതരുത്. ഇത് നമുക്ക് തന്ന ഒരു അനുഗ്രഹമാണ്. അപ്പോൾ ഈ ഒരു പ്രശ്നത്തിന് വേണ്ടിയിട്ടുള്ള സൊല്യൂഷൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 1. ചെറിയ ലക്ഷ്യങ്ങൾ വെക്കുക. അതായത് ഒരു സൂറത്ത് മുഴുവനായിട്ട് ചിലപ്പോൾ നമുക്ക് ഓതാൻ കഴിയാത്തവരായിരിക്കാം. അതിനാൽ ദിവസം ഒരായത്ത് അല്ലെങ്കിൽ 2 ആയത്ത് അല്ലെങ്കിൽ ഒരു പേജ് അങ്ങനെ തുടങ്ങി നോക്കുക. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഒരു ദിവസം രാവിലെ ഒരു 5 മിനിറ്റ് സമയം മാറ്റി വെച്ചിട്ട് ഖുർആൻ പാരായണം ചെയ്യുക. 2. സമയത്തെ നമുക്ക് കൺട്രോൾ ചെയ്യാം. അതായത് രാവിലെ എഴുന്നേൽക്കുമ്പോൾ മനസ്സ് ശാന്തമായിരിക്കും, അപ്പോൾ തന്നെ നാം ഖുർആൻ ഓതാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അല്ലെങ്കിൽ രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ കുറച്ച് സമയം ഖുർആന് വേണ്ടിയിട്ട് മാറ്റിവെക്കുക. 3. ഫോൺ ഉപയോഗം കൺട്രോൾ ചെയ്യുക. അതായത് ഇന്ന് നമ്മൾ മൊബൈലിലാണ് സമയം കൂടുതലായിട്ട് കളയുന്നത്. റീൽസ്, ഷോർട്ട് വീഡിയോസ്, ചാറ്റിങ് ഇവ നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മുടെ സമയം എത്രമാത്രം അതിൽ സ്പെൻഡ് ചെയ്യുന്നുണ്ടെന്ന് നമ്മൾ ചിന്തിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ദിവസത്തിൽ നിങ്ങൾ ഫോൺ യൂസ് ചെയ്യുന്ന സമയം അത് കൺട്രോൾ ചെയ്യുക. അതിനു പകരം ആ ഒരു സമയങ്ങളിൽ നമ്മൾ ഖുർആനോട് കൂടുതൽ അടുക്കുക. 4. കുടുംബത്തോടൊപ്പം പാരായണം ചെയ്യുക. നമ്മുടെ കുട്ടികളോടൊപ്പം അല്ലെങ്കിൽ ഭർത്താവിനോടൊപ്പം അല്ലെങ്കിൽ മാതാപിതാക്കളോടൊപ്പം ചേർന്ന് ഒരു ആയത്ത് വായിക്കുക അല്ലെങ്കിൽ ഒരു സൂറത്ത് പാരായണം ചെയ്യുക. ഇത് നമ്മുടെ കുടുംബത്തെ ആത്മീയതയിലേക്ക് കൂട്ടിക്കൊണ്ടുവരും. 5. ഓഡിയോ ഉപയോഗിക്കുക. അതായത് സമയം ഒട്ടുമില്ലാത്തവർക്ക് അവരുടെ യാത്രക്കിടയിൽ അല്ലെങ്കിൽ വീട്ടുപണിക്കിടയിൽ ഖുർആൻ കേൾക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇത് മനസ്സിനെ ശാന്തമാക്കുകയും അള്ളാഹുവിനെ ഓർക്കാൻ സഹായിക്കുകയും ചെയ്യും. 6. ഡിജിറ്റൽ ടൂൾസ് ഉപയോഗിക്കുക. അതായത് ഫോൺ ആപ്പുകൾ വഴി ദിവസവും പാരായണം ചെയ്യേണ്ട ഭാഗങ്ങൾ ഓർമ്മപ്പെടുത്തുക. കൂടാതെ ഓൺലൈനായിട്ടുള്ള ഇസ്ലാമിക് ഗ്രൂപ്പുകളിൽ നിങ്ങൾ ചേരുക. 7. മനസ്സിനെ തയ്യാറാക്കുക. അതായത് അള്ളാഹുവോട് നിങ്ങൾ പ്രാർത്ഥിക്കുക. യാ അള്ളാഹ്, എനിക്ക് ഖുർആൻ ഓതാനുള്ള മനസ്സ് നീ തരണമേ, അതിനുള്ള സമയം നീ തരണമേ, അതിനൊരു സ്ഥിരത നീ തരണമേ. ചെറിയ തുടക്കം തന്നെ വലിയ മാറ്റത്തിലേക്ക് നിങ്ങളെ നയിക്കും. ഈ സൊല്യൂഷൻസ് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പതിവാക്കുകയാണെങ്കിൽ ഖുർആൻ പാരായണം ചെയ്യാൻ പറ്റാത്ത ഈ ഒരു പ്രശ്നം നിങ്ങൾക്ക് മറികടക്കാൻ വേണ്ടി സഹായിക്കും. ഫ്രണ്ട്സ്, ഇതിലൂടെ നമുക്ക് മനസ്സിലാകുന്നത് നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ ഓരോ ദിവസവും സമയം കണ്ടെത്തുക എന്നത് ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. ഒരു ചെറിയ ശ്രമം തന്നെ മതിയാകും നിങ്ങളുടെ ഓരോ നിമിഷവും വിലപ്പെട്ടതാക്കാൻ വേണ്ടിയിട്ട്. തീർച്ചയായും അള്ളാഹു നമ്മളോടൊപ്പമുണ്ട്. നാം ശ്രമിച്ചാൽ അവൻ നമ്മെ സഹായിക്കും. ഇന്ന് തന്നെ നിങ്ങൾ ഒരു ലക്ഷ്യം വെക്കുക. അതായത് ഒരു ആയത്ത് പാരായണം ചെയ്യുക, അല്ലെങ്കിൽ രാവിലെ 5 മിനിറ്റ് ഇതിനായിട്ട് മാറ്റി വെക്കുക. അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട്
ഫോൺ ഉപയോഗം കൺട്രോൾ ചെയ്യുക. നിങ്ങൾ അള്ളാഹുവോട് ദുആ ചെയ്യുക, യാ അല്ലാ, എനിക്ക് നീ ഖുർആൻ സ്ഥിരമായി ഓതാനുള്ള മനസ്സ് തരണമേ, അതിനു വേണ്ടിയിട്ടുള്ള സമയവും നീ തരണമേ എന്ന്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.